ക്ഷമിക്കണം. പുറപ്പെടാൻ തയ്യാറായി. അങ്ങയുടെ മുന്നിൽ പാടണമെന്നൊരാശയുണ്ടായിരുന്നു. അതിന് അനുവാദം ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് മാപ്പാക്കണം. ആരാണ് ഗുരു? അങ്ങനെ ആരുമില്ല. മനസ്സിൽ അച്ഛനാണ് ഗുരു. ആരാണ് അദ്ദേഹം? പറഞ്ഞോളൂ. എവിടെയോ കേട്ടുമറന്ന ഒരു ആലാപന ശൈലി. അച്ഛൻ പ്ലാക്കുറിശി വാമദേവൻ നമ്പൂതിരി. അദ്ദേഹമാണ് എനിക്ക് സ്വരങ്ങളൊക്കെ പറഞ്ഞു തന്നത്. 5 വയസ്സിന് ശേഷം എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. നന്നായി വരും. സ്ഫുടത, ശുദ്ധി, ആഴം എല്ലാം ചേർന്ന സ്വരം. ഇത് വെച്ചോളൂ, ഒരു ചെറിയ സമ്മാനം. നാളെ രാവിലെ ഞാൻ പുറപ്പെടും. വരട്ടെ. ഇയാള് ഇത്ര കേമനാണെന്ന് വിചാരിച്ചില്ല. എപ്പോ പുറപ്പെടണമെന്ന് നാളെ തീരുമാനിക്കാൻ പോരെ? അങ്ങയുടെ ഇഷ്ടം. എങ്ങനെയുണ്ട് പാട്ട്? ഇഷ്ടായോ? ആര് പാടിയാലും എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കും ഈ കുട്ടി. കണ്ഠശുദ്ധിയില്ല, സർക്കസ് കാണിച്ചു എന്നൊക്കെ. ഇതിനെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞോളൂ. कैसा लगा है भाई साहब? कमाल कर दिया, कलकी. ഇനിയിപ്പോ താൻ ഇയാളുടെ മാത്രമല്ല, നമ്മുടെയും സുഹൃത്താണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല. പ്ലാക്കുറിശി കൃഷ്ണൻ നമ്പൂതിരി ഇങ്ങനെ ഒരു ചെറുപ്പക്കാരെ പറ്റി ഒരു വാക്ക് പോലും പറയുണ്ടായിട്ടില്ല. മുത്തശ്ശന് എന്റെ ശരീരം തീരെ രസമല്ല. മെഴുക്ക് പുരട്ടിയത് പോലുള്ള ശബ്ദം എന്നാ പറയാറ്. ശബ്ദം പിന്നെ പാറ പോലിരിക്കണോ? സംഗീതം ശ്രവണസുഖതമായിരിക്കണം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ പറയാറ്. ഇങ്ങനെ ഒരു പഴമൊഴി പറയാനും മാത്രമുള്ള സഹൃദയത്തൊക്കെ ആയോ തനിക്ക്? ഏതായാലും തിരുമേനയുടെ സൗഹൃദം കൊണ്ട് ഗുണമുണ്ട്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗന്ദര്യം. സൗന്ദര്യമല്ലടോ, സൗരഭ്യം. ഇതാ ശരിക്കുള്ളത്. എന്താ തനിക്കൊന്നും പറയാനില്ലേ? അമ്മാമ്മയുടെ മുന്നില് ഇത്തരം മണ്ടത്തരങ്ങൾ പറയാൻ എനിക്ക് പേടിയാ. മലയാള ഭാഷ രക്ഷപ്പെട്ടു. അല്ല, അപ്പൊ ഇല്ലത്തൊക്കെ എഴുതട്ടെ? കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ആവശ്യമില്ല. പഠിപ്പൊക്കെ തീർന്നതിന് ശേഷം പ്രധാന ജോലി ഈ സർക്കിട്ട് തന്നെയാ. ഒരു പോക്ക് പോയി കഴിഞ്ഞാ പിന്നെ 2 or 3 മാസം കഴിഞ്ഞേ തിരിച്ച് ഇല്ലത്തെത്താറുള്ളൂ. അപ്പോ വേലി? വേലി തരപ്പെട്ടില്ല. തരപ്പെട്ടില്ലന്നോ? അതെന്താ? എന്ന് പറഞ്ഞാ പറ്റില്ല. അല്ല, ഈ സംഗീതം മാത്രമേ ഉള്ളോ അതോ? അല്ല, പല വിദ്യകളും ഉണ്ട്. സംസ്കൃതം, സാഹിത്യം, കവിത. കവിതയുണ്ടോ? എന്നാലൊന്ന് നോക്കണമല്ലോ. കസ്തൂരി തിലകം ലലാട. അമ്മേ, എന്താ അമ്മ ഇത്? ഒക്കെ തട്ടിക്കളഞ്ഞു. എന്നെ പിടിച്ച് ഉന്തുകയും ചെയ്തു. ആ തിരുമേനി ഉണ്ണിയല്ലാന്ന് പറഞ്ഞതിനാ. എന്റെ ഉണ്ണി വന്നില്ല രാധേ? വന്നു. സരസ്വതി കളവ് പറഞ്ഞതാ. ഉണ്ണിയെ ഞാൻ ഇപ്പൊ കണ്ടിട്ട് വരികയല്ലേ. എന്നിട്ട് എന്ത് പറഞ്ഞു? അവൻ ഇങ്ങോട്ട് വരുമോ? വരും. അമ്മ എണീറ്റ് കട്ടിലിരിക്കൂ. സരസ്വതി, പാല് കൊണ്ടുവരൂ. ഒരു കൂട്ടം പറയാനുണ്ട്. പ്രിയ രാധയാ, ഒരാളുടെയും കണ്ണിപ്പെടാണ്ട് എങ്ങനെ ഈ മറിഞ്ഞിരിക്കണേ? ഇതൊരു വിദ്യ തന്നെയാണ്. ചെറുപ്പത്തിലേ ഉള്ള ശീല തമ്പുരാട്ടിമാരുടെ കണ്ണിപ്പെടാണ്ട് നടന്നില്ലെങ്കിൽ ചീത്ത കേൾക്കും. ശൂദ്രച്ചിക്കുട്ടി, ദുശകുനം, അശ്രീകരം എന്നൊക്കെയാ എനിക്കിട്ടിരുന്ന പേര്. ഇപ്പോഴല്ലേ രാധയും മോളും ഒക്കെ ആയത്. ഇപ്പോ ആ പവറിൽ അങ്ങോട്ട് നടന്നൂടെ? എന്തിനാത്? ഒക്കെ കള്ളസ്നേഹ കാട്ടണത്. ചിരിച്ചു കാട്ടിയാലും ഉള്ളിന്റെ ഉള്ളില് പല്ലിറങ്ങണത് എനിക്കറിഞ്ഞൂടെ. അയ്യേ, കരയാ?
പെൺകുട്ടികള് കരയണത് കണ്ട വലിയ വിഷമാ. അതും രാധ. എപ്പോഴും ചിരിക്കണ മൊഹ എനിക്കിഷ്ടം. ഒന്ന് പുഞ്ചിരിക്കൂ കാണട്ടെ. ആ ചിരിക്കുന്നേ. എത്ര ശൈലായിരിക്കുന്നു. ഇനി പറയൂ, എന്താ ഒരു കൂട്ടം പറയാനുണ്ടെന്ന് പറഞ്ഞേ? എന്റെ അമ്മയുടെ അടുത്ത് ഒന്ന് വരുമോ? അത് അബദ്ധാവോ? അമ്മ കരുതിയിരിക്കണത് അവിടുന്ന് ഉണ്ണിയാണെന്നാണ്. നുണ പറഞ്ഞ് ഞാൻ മടുത്തു. ചോദിക്കുമ്പോ ഒക്കെ ഓരോ കാരണങ്ങൾ പറയും. നാളെ വരും, മറ്റന്നാള് വരുമെന്നൊക്കെ. പാവം എന്റെ അമ്മ എത്ര നാളാന്ന് വെച്ച് ആശിപ്പിക്കുക. ഒന്ന് വരുന്നതിൽ വിരോധമുണ്ടോ? ഞാൻ വരാം. ഈ ഉണ്ണി എങ്ങനെ മരിച്ചേ? സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയതാ. ബസ് മറിഞ്ഞ് 7 കുട്ടികൾ മരിച്ചു. അതിലൊന്ന് ഉണ്ണിയായിരുന്നു. 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ശരീരം പോലും ഇങ്ങടേക്ക് കൊണ്ടുവന്നില്ല. ശരീരം ഒന്ന് പറയാൻ മാത്രം ബാക്കി ഉണ്ടായിരുന്നില്ല അത്രേ. മരിച്ചോന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. കാണാണ്ടായിന്നാ പറഞ്ഞത്. അന്വേഷിക്കണുണ്ട്. ഇന്ന് വരും, നാളെ വരുമെന്ന് പറഞ്ഞ് ഒടുവിൽ അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായി. ആദ്യമൊക്കെ എല്ലാരും ഉപദ്രവിക്കുമായിരുന്നു. എന്നെ മാത്രം അമ്മ ഒന്നും നുള്ളിയിട്ട് പോലും ഇല്ല. രാധയുടെ അമ്മ പ്രസവിച്ച സ്ത്രീയെ കണ്ട് ഓർമ്മയില്ല എനിക്ക്. 1 വയസ്സുള്ളപ്പോ എന്നെ ഉപേക്ഷിച്ചു പോയതാണ് ആ സ്ത്രീ. അന്ന് മുതല് തലയ്ക്ക് സ്ഥിരമില്ലാത്ത അമ്മയുടെ കൂടെ വളർന്നതാ ഞാൻ. സരസ്വതി പറയും, കുട്ടിയെ കുളിപ്പിക്കുകയും കണ്ണെഴുതിക്കുകയും ഒക്കെ ചെയ്യണ കണ്ട തമ്പ്രാട്ടിക്ക് പ്രാന്താണെന്ന് ആർക്കും തോന്നില്ല അത്രേ. എന്നെ അത്ര ഇഷ്ടാണ് എന്റെ അമ്മയ്ക്ക്. അച്ഛൻ എന്തിനാ താൻ എന്റെ കുട്ടിയെ കരയിപ്പിക്കണത്? ഏയ് ഒന്നുമില്ല, ഉണ്ണിയെ കുറിച്ച് പറയായിരുന്നു. എന്തിനാ ആ കുട്ടി ഈ കഥകളൊക്കെ എല്ലാവരുടെയും മുമ്പിൽ എഴുന്നള്ളിക്കാൻ നടക്കണത്? ഞാൻ ചോദിക്കുകയായിരുന്നു. ആ എന്നെ ഇന്നിനി അങ്ങോട്ട് പോവാൻ വയ്യ, നല്ല സുഖമില്ല എന്ന് വിളിച്ചു പറഞ്ഞേക്കൂ. അല്ല, ഞാൻ തെറ്റു വല്ലതും ചെയ്തോ ആവോ? തെറ്റ് ചെയ്ത് താനും ഞാനും ഒന്നുമല്ല, വിധിയാ. കളക്ടറുടെ റെസിഡൻസിൽ നിന്ന് ചെല്ലാന്ന് പറഞ്ഞതാ. ഇനി ഇപ്പൊ എന്താവോ? അമ്മേ, ഉണ്ണി വന്നോ? നീയെ അമ്മയുടെ അടുത്തേക്ക് വരൂ. ചങ്ങല ഇട്ടിട്ടുണ്ട്, വന്നോളൂ. നീ എങ്ങോട്ടേക്കാ പോയത്? ഉണ്ണി വന്നത് കണ്ടില്ലേ? ഇനി ഞാൻ ഉണ്ണിയെ എങ്ങോട്ടേക്കും വിടില്ല. എന്നെ വിട്ടു പോവരുത്. പോവോ? ഇല്ല. ഉണ്ണിക്ക് കുറെ ജോലിയുള്ളതാണ്. ജോലി ഇല്ലാത്തപ്പോഴൊക്കെ അമ്മയുടെ അടുത്ത് വന്നിരിക്കും, അല്ലേ? ആ, ചുറ്റും ശത്രുക്കളുണ്ട്. മതിലകത്തുനിന്ന് ചെറിയച്ഛൻ പട നയിക്കുന്നു എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ചാരന്മാര് കൊട്ടാരത്തിനുള്ളില് പതുങ്ങി നിൽക്കുന്നുണ്ട്. സൂക്ഷിക്കണം കേട്ടോ. ആ. ഈ ചങ്ങല അഴിക്കട്ടെ. രാധേ, അതും കഴിക്കൂ. ഉണ്ണിക്ക് പേടിയാവോ? ഉണ്ണി എന്തിനാ അമ്മയെ പേടിക്കണത്? അമ്മ എന്റെ കൂടെ പുറത്തേക്ക് വരണോ? വേണ്ട, കൂട്ടം തെറ്റിപ്പോവും. അമ്മയുടെ കയ്യില് മുറുക്ക പിടിച്ചോളണം കേട്ടോ.